നമസ്കാരം. പൊളിറ്റിക്കൽ മാസ് ഇന്ന് പോത്തുകലിലാണ്. നിലമ്പൂരിലെ ഊർജ്ജസ്വലരായ വോട്ടർമാർ ഞങ്ങൾക്കൊപ്പം ഇവിടെ പോത്തുകൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട്. ഒപ്പം നേതാക്കളും നമുക്കൊപ്പം ഇന്ന് പൊളിറ്റിക്കൽ മാസിൽ പങ്കെടുക്കുന്ന ആളുകൾ BJP പ്രതിനിധി ശ്രീ PR ശിവശങ്കർ, അഡ്വക്കേറ്റ് രോഹിത് UDF പ്രതിനിധി നേതാവ്, ശ്രീ B വസീഫ് DYFയുടെ CPM നേതാവ്, LDF പ്രതിനിധി ശ്രീ ഷൗക്കത്ത് പനമരം, അദ്ദേഹം അൻവറിൻ്റെ പാർട്ടി PV അൻവറിൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. നമുക്ക് B വസീഫിൽ നിന്ന് തുടങ്ങാം. ഇപ്പോഴത്തെ MLA അവരുടേതായിരുന്നു സമീപകാലം വരെ എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ശ്രീ വസീഫ്, ഇന്നത്തെ പ്രശ്നം പെട്ടി പ്രശ്നമാണല്ലോ, പെട്ടി വിവാദം. നിങ്ങൾ ആ നേതാക്കളെ അപവാദം അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പരിപാടിയാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കിവിടെ വിജയ സാധ്യതകൾ അല്പം കുറവുണ്ട് എന്ന ഭയം കൊണ്ടാണോ ഈ നേതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത്? അത്രയും വിവേകമില്ലാത്തവരാണ് ഇവിടുത്തെ വോട്ടർമാർ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ നാട്ടിൽ കടന്നു വരുന്ന എല്ലാവരെയും ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓരോ ദിവസവും രാവിലെ ഗോവിന്ദ മാസ്റ്റർ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നൊരു രീതി ഉണ്ടോ? ഇവരാരെയാ പറ്റിക്കാൻ നോക്കുന്നത്? ഇവരെല്ലാ കാലത്തും ഇതുപോലെ നാടകം കളിച്ച് ഈ ജനങ്ങളെ ആകെ കണ്ണിൽ പൊടിയിട്ട് പോകാം എന്നാ കരുതിയത്. നിങ്ങളുടെ മാധ്യമ പ്രതിനിധി ഇന്ന് VD സതീശൻ, സാക്ഷാൽ VD സതീശൻ എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുന്നതാണല്ലോ. എവിടെ നിന്നാലും സമയമില്ലെങ്കിലും അഭിപ്രായം പറയും. ഈ പെട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബാറ് എന്ത് പെട്ടിയെന്ന് പറഞ്ഞങ്ങ് പോയി. കണ്ടില്ലേ നിങ്ങൾ? ഇതേപോലെ മുമ്പ് പറഞ്ഞു. എപ്പോൾ രാത്രി തലയിൽ മുണ്ടിട്ട് ഡ്രസ്സ് മാറി ഇതേ കക്ഷി എവിടെ പോയി? ആളെ കാണാൻ പോയി. അടഞ്ഞ അധ്യായമാണ്, ഇനി ഞങ്ങൾ വാതിൽ തുറക്കില്ല, ഇത് അവസാനിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാണ്, അതിനൊന്നും ഞങ്ങൾക്ക് മറുപടി അറിയാൻ പറ്റില്ല എന്നൊരു വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് രാത്രി പാൻ്റ് ഇട്ട് പോയി. കണ്ടില്ലേ? നമ്മൾ പകല് വെല്ലുവിളി, രാത്രി പാൻ്റ് ഇട്ട് പോയി. അതും പിറ്റേ ദിവസം ഇതേ VD സതീശനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആരോ എന്തോ ചെയ്തതിന് ഞങ്ങൾ എന്ത് പറയാനാണ്? ഇതാ അവസ്ഥ. അവർക്ക് തന്നെ അതിനെക്കുറിച്ച് അറിയാം. ഇവർ കാട്ടിക്കൂട്ടുന്ന, ഇവരുടെ ഒരു വിഭാഗം കാട്ടിക്കൂട്ടുന്ന ഈ വല്ലാത്ത പൊറാട്ട് നാടകത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്. വെറും ഷോ. റീൽസിൽ ജീവിക്കുന്ന ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ റീൽസിൽ തന്നെ അങ്ങ് അഭിരമിച്ച് നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേ അഭിപ്രായം കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ഉണ്ട്, റീൽസിലല്ലാതെ ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്ക്. അഡ്വക്കേറ്റ് രോഹിത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ എല്ലാവരെയും പരിശോധിക്കണ്ടല്ലോ? MP മാരെ പരിശോധിക്കുന്നുണ്ട്, മന്ത്രിമാരെ പരിശോധിക്കുന്നുണ്ട്, പിന്നെ ഇവർ മാത്രം എന്തിനാ ഷോ ഉണ്ടാക്കുന്നത്? ആര് ഷോ കാണിച്ചു എന്നാ പറയുന്നത്? നേതാക്കൾ രണ്ടുപേരും, നിങ്ങളുടെ നേതാക്കൾ. LDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇവരുടെ വിവാദം UDF ആസൂത്രിതമായിട്ട് പന്നിക്കടി വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞവരാണ് ഇവർ. അല്ല, നിങ്ങളുടെ മന്ത്രിയാണല്ലോ പറഞ്ഞത്. അല്ല, മന്ത്രിയാണല്ലോ പറഞ്ഞത്. മന്ത്രി വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞത് ആസൂത്രിതമായിട്ട് നടന്നതാണെന്നാണ്. ഇതിനകത്ത് ഗൂഢാലോചന. ഒരു നിമിഷം, അതായത് നമുക്ക് ഒടുവിലത്തെ വിവാദത്തിന് ആദ്യം തുടങ്ങാം. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഏത് വന്യമൃഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ബേജാറുള്ളതുകൊണ്ടാണോ നിങ്ങൾ ഈ പെട്ടി വിവാദമാക്കാൻ പോയത്? ബേജാറില്ല. എല്ലാവരും പരിശോധിക്കുന്നത്. KPCC പ്രസിഡന്റ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പാലക്കാട് MLAയും അതുപോലെ തന്നെ വടകര MP-യും അവർ യാത്ര ചെയ്യുമ്പോൾ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്, എല്ലാ നേതാക്കന്മാരുടെ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. അല്ല, അത് ആ പരിശോധനയിൽ ഒരു മര്യാദയുണ്ട്. ജനപ്രതിനിധികളോട് ഇടപെടുമ്പോൾ ഒരു മര്യാദയുണ്ട്. ആ മര്യാദയുടെ ലംഘനം നടന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന രോക്ഷ പ്രകടനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക്? അപ്പൊ ഇവര് ഞാൻ പറയട്ടെ, ഇവര് വിവാദങ്ങൾ, ഞാൻ അതാ പറഞ്ഞത്, ആദ്യം തൊട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇവർ വിവാദങ്ങളിലേക്കാണ്. നിങ്ങൾ പന്നിക്കണിയുണ്ട്, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിലമ്പൂർ ആയിഷയുമായി ബന്ധപ്പെട്ട് അവരാരും അപകീർത്തിപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ നിങ്ങൾ നടത്തി. ഇപ്പോൾ അവസാനം നിങ്ങൾ പെട്ടിയുടെ പുറകിൽ പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ കെണിയിലൊന്നും ഏതായാലും വീഴാൻ നിൽക്കുന്നില്ല. കേരളത്തിൽ 9 വർഷക്കാലമായി അധികാരത്തിലേക്ക് വന്ന ഗവൺമെൻറ്റിനെ വിചാരണ ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിരവധിയായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ കൂടാരത്തിൽ നിന്ന 9 വർഷക്കാലം നിന്ന PV അൻവർ ഉയർത്തിയ RSSുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ബന്ധങ്ങളുണ്ട്. അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് പാടില്ല എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായ തരംഗമാണ് നിലമ്പൂരിലുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. അതിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കണം. അതിനുവേണ്ടി ഇവർ കുറെ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. മറ്റൊന്നുമല്ല, ഞങ്ങൾ കൃത്യമായി, ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു, ഞങ്ങൾ കൃത്യമായി കേരളത്തിലെ 9 വർഷക്കാലത്തെ ഈ ഗവൺമെന്റിന്റെ തെറ്റായ
ചെയ്തികൾ തുറന്നു കാണിക്കും, ജനവിരുദ്ധ സമീപനം കാണിക്കും. നിരവധിയായ വിഷയങ്ങൾ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിക്കാനുണ്ട്. ശരി, ശ്രീ PR ശിവശങ്കർ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരത്തിൽ കഴിഞ്ഞ തവണ 8400 വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJP എന്തിനാ മത്സരിക്കാൻ വന്നതെന്നാണ് ചോദിക്കുന്നത്. വിജയിക്കുമോ നിങ്ങൾ? ഇത് കഴിഞ്ഞ തവണ 2400 എന്നുള്ളത് ഏത് കണക്കാണ്? 17,000 വോട്ട് അസംബ്ലി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഒരു സംശയവുമില്ല, ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ നിന്ന് കാര്യമായ വോട്ട് മറ്റ് 2 സ്ഥാനാർത്ഥികളും പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം മുന്നിൽ നിൽക്കുമ്പോഴും കൂടാതെ ഇവിടെ മതേതരത്വത്തിന് യഥാർത്ഥത്തിൽ എതിർപ്പുണ്ടാകുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായും PDPയുമായും ഹിന്ദു മഹാസഭയുമായും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഇടതു വലതു കക്ഷികൾ നടത്തുന്ന മതപ്രീണനത്തിനെതിരെ ശക്തമായ ഒരു തിരഞ്ഞെടുപ്പിലുണ്ടാകും. ഒരു സംശയവുമില്ല, അത് BJPക്ക് അനുകൂലമായിരിക്കും. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ അടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു സംശയവുമില്ല മനസ്സിലാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടിയുണ്ടായിട്ട് UDF ജയിക്കുന്നതാണോ? UDF എന്നേ പുറത്തായി. അതുകൊണ്ടാണല്ലോ ഈ പെട്ടി രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്. ഇവർക്ക് ഈ ഒരു എൻ്റെ ഒക്കെ വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? നമുക്ക് ഭയമില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പെട്ടി രാഷ്ട്രീയം കഴിഞ്ഞ പാലക്കാടിൽ നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്യജീവി പ്രശ്നത്തിൽ നിന്നും വികസനത്തിൽ നിന്നും മാറ്റിമറിക്കുവാനായിട്ടുള്ള ഒരു രീതിയാണ് രണ്ടുപേരും ശ്രമിക്കുന്നത്. രണ്ടുപേരുടെയും ആ തട്ടിപ്പ് കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങളടുത്ത് പോവില്ല. അവരനുഭവിക്കുന്നവരാണ്, ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവർക്ക് ഈ പെട്ടി രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ ചർച്ച ചെയ്യാനുള്ള കഴിവുണ്ട്. ശ്രീ ഷൗക്കത്ത്, എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? PV അൻവർ അദ്ദേഹം രാജിവെച്ചിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ടൊന്ന് നിന്നാൽ പോരായിരുന്നു. എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? നിങ്ങളുടെ പൊളിറ്റിക്സ് എന്താ? ഞങ്ങൾ മത്സരിക്കുന്നത് ഇവിടുത്തെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 9 വർഷം PV അൻവറിനെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച ഈ നിലമ്പൂരിലെ വോട്ടർമാർക്ക് വേണ്ടിയാണ്. അവരുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് PV അൻവറിൻ്റെ രാജിയും ഈ തെരഞ്ഞെടുപ്പും ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായത്. ആ വിഷയത്തിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ചർച്ച ചെയ്യാതെ പെട്ടിയിലേക്കും ജമാഅത്തെ ഇസ്ലാമിയിലേക്കും ഒതുക്കുവാനുള്ള ഇരു മുന്നണികളുടെയും ശ്രമത്തെ ഈ നിലമ്പൂരിലെ ജനത വോട്ടിലൂടെ തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. കാരണം PV അൻവറിനെ അറിയാത്തവരല്ല നിലമ്പൂരിലെ ജനങ്ങൾ. കൃത്യമായി ഓരോ ഊടുവഴികളിലും സഞ്ചരിച്ച് തൻ്റെ വികസന പ്രവർത്തനം, ആ വിഷയത്തിൽ വസീഫിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തിൽ അഡ്വക്കേറ്റിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. UDFനും LDFനും അഭിപ്രായ വ്യത്യാസമില്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ PV അൻവറിന് 100 മാർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം. അതുപോലെ തന്നെ PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് PV അൻവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ വിഷയമാക്കിക്കൊണ്ട് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പം ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ട ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്ത് ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന് അത് 9 വർഷമായി തങ്ങളുടെ കൂടെ നിന്ന, തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് രാജിവെച്ച PV അൻവർ ആണെന്ന കാര്യത്തിൽ നാട്ടുകാർ, ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ നാട്ടുകാർക്ക് പറഞ്ഞു PV അൻവർ ജയിക്കാനെന്ന് പോലെ ഇവർ രണ്ടുപേരും ആരെങ്കിലും ജയിക്കുക. പക്ഷേ ഇവർ രണ്ടുപേരിൽ ആര് തോൽക്കണം എന്നാ PV അൻവർ അങ്ങനെയൊക്കെ ഒരു നറേഷൻ ഇവിടെ ഉണ്ടാക്കാൻ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിക്കുന്നു എന്നത് ഞങ്ങൾക്കടക്കറിയാം. പക്ഷെ ആ നരേഷനൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല. 19-ാം തീയതി ഈ നിലമ്പൂരിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഈ രണ്ട് മുന്നണികളുടെയും ഷൗക്കത്ത്, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും തോൽക്കുന്നത്? ഒരിക്കലും ഇവിടെ ഞങ്ങളെ ആരെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, കൃത്യമായി നിലമ്പൂരിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കേരളത്തിൽ നിൽക്കുന്ന പോലീസിലെ RSS വൽക്കരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് PV അൻവർ രാജിവെച്ചത് എങ്കിൽ ആ കാരണങ്ങൾ വോട്ടർമാരോട് നിരത്തി പറഞ്ഞുകൊണ്ട്, വോട്ടർമാരെ അണിനിരത്തിക്കൊണ്ട് PV അൻവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, വിജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അപ്രസക്തനാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ നിലമ്പൂരിൽ ജനതയ്ക്ക് പോകാൻ കഴിയില്ല. രണ്ട് മുന്നണികളും ആ വിഷയത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നത്. പെട്ടി വിവാദമല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല, PDP അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മലയോര ജനത അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. ശ്രീ വസീഫ്, ഇവിടെ ഈ പോലീസിന്റെ RSS വൽക്കരണം എന്നുള്ളത് PV അൻവർ രൂക്ഷമായിട്ട് ഉന്നയിച്ചാണ്. അതേ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. നാട്ടുകാർക്കെല്ലാം ഓർമ്മയുണ്ട്. പിണറായി വിജയനും പോലീസ് വഴി RSSനോടൊരു അടുപ്പമുണ്ട്, അദ്ദേഹത്തിന്റെ പാലമാണ് പോലീസിലെ ചില ആളുകൾ എന്നാണല്ലോ PV അൻവർ പറഞ്ഞത്. ആ കാര്യം ഇവിടെ ചർച്ചയാവില്ല എന്നാണോ വസീഫും ഇടതുപക്ഷ ജനാധിപത്യത്തിനോടും വിചാരിക്കുന്നത്? ഞാനിത് ചിലപ്പോൾ പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ വല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരാളെ
ആ അഭിപ്രായത്തിനോടൊക്കെ ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത്? അല്ല, ഈ വെറുതെ എന്തോ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ നേതാവായിരുന്നു, MLA ആയിരുന്നു ഇവിടെ. അല്ല, അത് ഓരോരുത്തർക്കും ഓരോ സമയത്തും ഓരോന്നും സംഭവിക്കൂലേ? പല മനുഷ്യരുടെയും സ്വഭാവം പല ഞരമ്പും അല്ലേ നമുക്കുള്ള ശരീരത്തിൽ, പലതും സംഭവിക്കും, പലതും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അല്ല, ഞാനും പറഞ്ഞോട്ടെ, അല്ല, പലതും സംഭവിക്കും, രാഷ്ട്രീയപരമായി സംവദിക്കാൻ പല ചിന്തകളും വരും ഓരോ സമയത്തും. ഞാൻ അതിലൊന്നും പോകുന്നില്ല. വരികയാണെങ്കിൽ വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ച മറുപടി പറഞ്ഞോ വസീഫ് പറഞ്ഞോ. അല്ല പറഞ്ഞോ. അല്ല, ഓരോ മനുഷ്യർക്കും മുൻനിരയിൽ നിങ്ങളെ നിർത്തി PV അൻവർ ഉയർത്തിയ അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ നാട്ട് അല്ല, ഞാൻ പറഞ്ഞോട്ടെ ഒറ്റ മിനിറ്റ്. അല്ല, ഇവിടെ പറയട്ടെ. ഇനി ഇവരൊക്കെ ഒരു ആത്മസുഖത്തിന് വേണമെങ്കിൽ ആ പറഞ്ഞ മാന്യദേഹത്തിൻ്റെ ഓരോ സംസാരവും ഓരോ ദിവസം വെച്ച് ഇങ്ങനെ കേട്ടു നോക്കിയാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല, അതുകൊണ്ടാണ് ചിരിച്ചു പോകുന്നത്, അതിലേക്കൊന്നും പറഞ്ഞു പോകുന്നില്ല. പിന്നെ ഇവർ ഈ പറഞ്ഞ കുറച്ച് വിവാദങ്ങളെക്കുറിച്ചൊക്കെയാണ്, അത് പറയാതിരിക്കാനും പറ്റില്ല. ഈ കുഞ്ഞ് മരിച്ച് അവിടെ വലിയ ബഹളമുണ്ടാക്കി, റോഡ് ഉപരോധിച്ച് ഗവൺമെൻറ് സ്പോൺസേഡ് സമരമാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഒരു കോലാഹലം എന്തായിരുന്നു? ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ, ഈ നാട്ടുകാർക്ക് അറിയല്ലോ, അവിടെ തന്നെ മറ്റൊരു മരണം ഉണ്ടായിട്ടില്ല ഈ നിലമ്പൂരിൽ. ഇതുപോലെ ഷോക്കടിച്ചൊരു കോൺഗ്രസ്സുകാരൻ മരിച്ചിട്ടുണ്ട്. ഒരാളും അങ്ങോട്ട് പോയിട്ടില്ലെന്നേ, ഇവരൊരു സമരവും ഇല്ലെന്നേ, ഇവരാരും കണ്ടിട്ടില്ലെന്നേ. പിന്നെ ആരോ വിവാദം ഉണ്ടാക്കുന്ന ഇവരല്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മറ്റേ സിനിമയിൽ കണ്ടതുപോലെ ഈ ഇത് വെച്ച് ശവശരീരം വെച്ച് എങ്ങനെയെങ്കിലും വോട്ടുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. കറക്റ്റ് നമുക്ക് പ്രതിയെ പിടിച്ചല്ലോ, മണിക്കൂറുകൾക്കകം പ്രതിയെ പിടിച്ച് നമ്മൾ കണ്ടു ആ പ്രതി ആരാണെന്നും ആരുമായിട്ടാ ബന്ധമെന്നും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഈ സംഭവം നോക്കൂ നിങ്ങൾ, തീർത്തും സ്വാഭാവികമായ ഒരു പ്രക്രിയ. ആർക്കാ മനസ്സിലാവാത്തത്? ഏത് പിഞ്ചു കുഞ്ഞിനും മനസ്സിലാകും ഇലക്ഷൻ കമ്മീഷൻ ആരാ നിയന്ത്രിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നാലും ഉണ്ടാകും ചിലരൊക്കെ അവരെയൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് കളയാം എന്ന് കറിഞ്ഞ് ഒരു പെട്ടി ഷോ, അതിന് വേറെ ഷോ എന്നാ പറയേണ്ടത്. ഞാൻ ആ ഷോനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. ആ ഒരു ഷോ കാണിക്കുക, അത്രയും തരം താണത്. സതീശന് പോലും മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയത്? അല്ല, ഞാൻ അതിലൊക്കെ വന്നോട്ടെ. പിന്നെ പറഞ്ഞു, അല്ല, വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഈ മണ്ഡലത്തിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ 500 ചില്ലാനും കോടി രൂപയുടെ വികസനം 24 റോഡുകളിൽ BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയത്. ഇവിടുത്തെ റോഡുകൾ 23 റോഡുകൾക്ക് 23 സ്കൂളുകൾക്ക് 43 കോടി രൂപയാണ് ഇവിടെ ചെലവഴിച്ചത്. തൊട്ടടുത്തുള്ള സ്കൂള് മുണ്ടേരി സ്കൂള്, ഇവിടെ മാനവേദൻ സ്കൂളിലേക്ക് 12 കോടി രൂപയാണ് ചെലവഴിച്ചത്. എത്ര മനോഹരമായ സ്കൂളാക്കി മാറ്റി. അത് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സാക്ഷാൽ MT വാസുദേവൻ നായർക്ക് പോലും ഇറങ്ങി വന്ന് പറയേണ്ടി വന്നു, സ്കൂളുകൾ അടച്ചുപൂട്ടുമ്പോൾ ഇത് സാംസ്കാരിക ഫാസിസമാണ് എന്ന് പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ. സാധാരണക്കാരൻ പഠിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു, താക്കോലും പൂട്ടുമായി. ആര്? ഉമ്മൻചാണ്ടി. ഒരു സാധാരണക്കാരന്റെ LP സ്കൂളും UP സ്കൂളും പണം കൊടുത്ത് മെച്ചപ്പെടുത്താൻ പറ്റാത്തവരാണ് വികസനത്തെ കുറിച്ച് പറയുന്നത്. ആ സ്കൂളിലാണ് ഈ മണ്ഡലത്തിൽ മാത്രം 43 കോടി രൂപ കൊടുത്തത്. പോരായ്മ ഉണ്ടാകാം, പക്ഷേ വികസനം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ പെട്ടി വിവാദം അവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ തുടങ്ങിയിട്ട് അദ്ദേഹം ഏറ്റുപിടിച്ച ഈ കുഞ്ഞ് മരിച്ചതുമായ സംഭവം, അതായത് നിങ്ങൾക്കങ്ങ് ഒരു രാഷ്ട്രീയ പ്രശ്നം വീണ് കിട്ടിയിരിക്കുന്നു എന്ന മട്ടിൽ പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് വലിയ ആവേശ പ്രകടനമായിരുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെയൊക്കെ നേതൃത്വത്തിൽ. എന്നിട്ട് അദ്ദേഹം ഒരു സെൽഫി ഫോട്ടോ മറ്റോട്ട് പിന്നീട് പിൻവലിക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ടച്ച് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പാളിപ്പോയോ? ജമാഅത്തി ഇസ്ലാമി വിഷയത്തിലാണെങ്കിലും PV അൻവറിനെ കൂടെ ചേർക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒടുവിൽ ഈ കുഞ്ഞ് മരിച്ച ദാരുണ സംഭവത്തിലാണെങ്കിലും. അല്ല, ഒരിക്കലും അല്ല. കാരണം ഈ വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് 4 അടിയന്തര പ്രമേയങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം കൊണ്ടുവന്നത്. ഇവർ ഈ വന്യജീവി ആക്രമണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ആ 4 അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞോളാം ഇവർ. അപ്പോൾ അവരുടെ ആത്മാർത്ഥതയൊന്നും ഇതിനകത്ത് സൂചിപ്പിക്കേണ്ട. പിന്നെ നിലമ്പൂരിൻ്റെ വികസനത്തെ സംബന്ധിച്ചോട് പറഞ്ഞു. ഈ നിലമ്പൂരിൻ്റെ വികസനം കഴിഞ്ഞ 9 വർഷക്കാലം ഉണ്ടായതല്ലല്ലോ. നിലമ്പൂർ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിൽ ഉണ്ടായ പുതിയ നിയോജകമണ്ഡലമല്ല. ആര്യാടൻ മുഹമ്മദാണ് ഈ 36ഓളം വർഷം ഈ നിയോജകമണ്ഡലത്തെ പ്രതികാരം ചെയ്തത്. ഇവിടെ ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വികസനത്തെക്കുറിച്ച് പറയാമല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ആരംഭിച്ച ഒരു സർക്കാർ കോളേജ് ഉണ്ട് ഇവിടെ. ആ സർക്കാർ കോളേജ് ഇന്ന് ഏത് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്? കേരളത്തിൽ അനുവദിക്കപ്പെട്ട മുഴുവൻ സർക്കാർ കോളേജുകൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞു.
പക്ഷെ നമ്മുടെ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് സമയത്ത് തന്നെയാണ് പേപ്പറിൽ അനുവദിച്ചിട്ട് മാത്രമേ സനീഷ് അറിയുന്നില്ല കേരളത്തിൽ. എവിടെയും അല്ലല്ല മലമ്പുഴയിൽ അല്ലല്ല നിങ്ങൾ കോടിയേരി ബാലകൃഷ്ണന്റെ തലശ്ശേരി മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണ്. മലമ്പുഴയിൽ അല്ലല്ല ഇതൊക്കെ ജനം കാണുന്നുണ്ട് വസീഫെ. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ മണ്ഡലമായ മലമ്പുഴയിൽ ആദ്യമായി ഗവൺമെന്റ് കോളേജ് ആരംഭിച്ചത് UDF ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ്. ഇനി തവനൂർ AT ജലീൽ ഇരിക്കുന്ന തവനൂർ നിയോജകമണ്ഡലത്തിൽ ആദ്യമായിട്ട് ഗവൺമെന്റ് കോളേജ് ആരംഭിച്ചത്. വികസന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ എല്ലാവരും ഒരുപാട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ മാറിപ്പോകാം. പൂർത്തീകരിക്കാൻ പറ്റാത്ത എവിടെ എത്തി നിൽക്കുന്നു നിലമ്പൂർ ബൈപ്പാസ്? അപ്പൊ ഒരു മറുപടിയും ഇല്ലാതെ നിങ്ങൾ ഈ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ നിലമ്പൂർ ഇന്ന് കാണുന്ന നിലമ്പൂരാക്കി മാറ്റിയത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് വന്യമൃഗ പ്രശ്നം. ഇപ്പൊ ഒരു കുട്ടി മരിച്ചല്ലോ, അത് കേന്ദ്രത്തിന്റെ നിലപാടുകൾ കുറച്ചുകൂടെ നേരെ ആയിരുന്നെങ്കിൽ ഈ കുഞ്ഞിന് മരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വോട്ടൊക്കെ കുറവാണ്, നിങ്ങളൊരു പക്ഷേ വിജയിച്ചേക്കില്ല. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി എന്ന നിലയിൽ നിങ്ങൾക്ക് നാട്ടുകാരോട് മറുപടി പറയേണ്ടതുണ്ട്. ഈ വന്യമൃഗ പ്രശ്നത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നൊരു വസ്തുതയല്ലേ? ഒരു വസ്തുതയില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് അത് BJP വിജയിക്കില്ല എന്നുള്ള പറയണ്ട. ഇതിൻ്റെ നിയമം പഠിച്ചു കഴിഞ്ഞാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹത്തോട് ചോദിക്ക് നിയമപരമായി എന്താണ് സംസ്ഥാനത്തെ ക്ഷുദ്രജീവികളെ കൊല്ലാനുള്ള അവകാശമെന്ന് അദ്ദേഹത്തോട് ഇവർ രണ്ടുപേരും ചോദിച്ചാൽ പറഞ്ഞു തരും. കാരണം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2024 സെപ്റ്റംബർ 2-നും 2025 ഏപ്രിൽ 28-നും കേന്ദ്രമന്ത്രി ഉപേന്ദ്ര യാദവ് കൃത്യമായി കത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ 2025 മാർച്ച് 12-ാം തീയതി ലോക്സഭയിലെ ശൂന്യവേളയിൽ വെച്ച് എല്ലാ MP-മാർക്കും വേണ്ടിയിട്ട് കൃത്യമായി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമില്ലാഞ്ഞിട്ടാണ് പറയുന്നത്. ഇവിടെ തന്നെ വൈൽഡ് ലൈഫിൽ ഇത്തരത്തിലുള്ള വൈൽഡ് ബോറിനെ പന്നികളെ വെടിവെച്ച് കൊല്ലാനായിട്ട് 100 പേരുണ്ട്, അവർക്ക് പണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു LDF സമരം ചെയ്തത്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ട് ഇവിടെ വികസനത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ കവളപ്പാറയിൽ പാവപ്പെട്ട ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി 2024 ഡിസംബർ 31-ാം തീയതിക്കകം ഭൂമി കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇതുവരെ കൊടുത്തിട്ടില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും കളക്ടറെയും കോടതിയിലേക്ക് വിളിപ്പിച്ചേക്കാണ്. അതാണ് വികസനം. ഇവിടെ സാധാരണക്കാരനെ വിളിക്കില്ല. പിന്നെ ഹൈവേ ബൈപ്പാസ് അത് നടക്കുന്നില്ല. പിന്നെ വികസനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാം, ഇവിടെ സ്കൂളുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ വരെ ഏതാണ്ട് 6 ലക്ഷം കോടിയാണ് കടബാധ്യത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വരെ 1 ലക്ഷം രൂപ കടം സ്കൂളുകൾ പെട്ടെന്ന് ചോദിച്ചു നിർത്തിക്കോ കേട്ടോ. എല്ലാവരും സംസാരിക്കും. ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയോടാണ്. UDFന്റെ പ്രതിനിധി പറഞ്ഞു 9 കൊല്ലം LDFന്റെ ദുർഭരണം ഞങ്ങൾ ഇവിടെ പറയും. ആയിക്കോട്ടെ, പറയണം. ഈ 9 കൊല്ലം നിങ്ങൾ കുടിയിൽ കയറി കടന്നുറങ്ങിയായിരുന്നു, മുണ്ടാതെ പുറത്തിറങ്ങാതെ ഒരു പ്രക്ഷോഭം പോരായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാനല്ലേ പ്രതിപക്ഷങ്ങൾ അവിടെ ഈ ശമ്പളമൊക്കെ വാങ്ങി നിയമസഭയ്ക്ക് പോലുണ്ടല്ലോ. ഓലിവിടെ കടന്നുറങ്ങിയായിരുന്നു ഈ 9 കൊല്ലം. ഞാൻ ഈ 9 കൊല്ലം കടന്നുറങ്ങി കുത്തിരിക്കായിരുന്നു. ഇപ്പം ഇവിടെ ഞങ്ങൾ പറയും ഒരു കുട്ടികൾക്ക് പുത്തൻ തുണി കിട്ടിയാൽ മാറിയില്ല പറച്ചിലല്ലേ ഇപ്പം നിങ്ങൾ UDFനോടാണ് ഞാൻ ചോദിക്കണത്. UDFന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാട്ടാൻ കഴിയാത്ത പ്രതിപക്ഷമാണോ നിങ്ങൾ? പ്രതിപക്ഷം എന്നൊക്കെ പോലും പരാജയമാണ്. മൈക്കോട് അവിടെ ചോദിച്ചതെല്ലാം കൂടെ ഒന്നിച്ച് പറയാം. UDFന്റെ പ്രതിനിധിയോടാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജും UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായി സംസാരിക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആളുകളും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായി നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ M സ്വരാജിനോട് ചോദിച്ചു, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ടാകും? ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട അസന്നിഗ്ധമായി M സ്വരാജ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഒരു ഉളുപ്പുമില്ലാതെ സ്വീകരിച്ചിരിക്കുന്നു. പാലക്കാട്ട് STPയുടെ പിന്തുണ നിങ്ങൾക്ക് സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ കോയലപ്പം അണ്ണാക്ക് തിരികിയിട്ട് മിണ്ടാതിരുന്ന സ്ഥാനാർത്ഥി വരുത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഇവരുടെ മറുപടിയില്ല. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുവാനുള്ള ധൈര്യം UDFന്റെ പ്രതിനിധിക്കുണ്ടോ? ഞാനൊന്നും ചോദിക്കില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. കഴിഞ്ഞു. ആദ്യം ബഹുമാനപ്പെട്ട ഇക്ക സൂചിപ്പിച്ചു പ്രതിപക്ഷം കിടന്നുറങ്ങുകയായിരുന്നു എന്ന്. ഈ കിടന്നുറങ്ങുകയില്ല എന്നതിൻ്റെ തെളിവ് ഞാൻ തൃക്കാക്കരയിൽ ഞങ്ങൾ കിടന്നുറങ്ങാതെ തന്നെയാണ് ഞങ്ങൾ ജയിച്ചത്.
പുതുപ്പള്ളിയിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ജയിച്ചത്. അല്ലല്ല, പുതുപ്പള്ളിയിൽ ജയിച്ചു, പാലക്കാടും ജയിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഭരണപക്ഷത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഞാൻ ഭരണപക്ഷത്തെ കൃത്യമായി വിലയിരുത്തിയ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു. ഞങ്ങൾ വിജയിച്ചു. ലോക്സഭകളിൽ നടന്ന ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഞങ്ങൾ വിജയിച്ചു. ഞങ്ങൾ കിടന്നുറങ്ങാതെ തന്നെ ജയിച്ചത്. അല്ലല്ല, ജമാഅത്തെ ഇസ്ലാമി നല്ല ചോദ്യമാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ അതൊക്കെ കേട്ടത് ആൾക്കാർ. നിങ്ങൾ പറഞ്ഞാൽ മതി. പിണറായി വിജയൻ പറഞ്ഞ കേട്ടത്. പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. അല്ലെ, കണ്ടോ? നിങ്ങൾ ആർക്കും കണ്ടോ? കാണുക സുഹൃത്ത്. അല്ലല്ല, നിങ്ങൾ കണ്ടല്ലോ രോഹിത് ഒരു കാര്യം. അതായത് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് സ്വരാജ് പറഞ്ഞു. ആരാണ് ഷൗക്കത്ത് അങ്ങനെ പറയുമെന്നാണ് ചോദ്യം. രോഹിത് അതായത് സിമ്പിൾ ചോദ്യം. ധാർമ്മികമായ അവകാശം ഉണ്ടാവണം. അല്ല, ഇത് ചോദിക്കാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടാവണം. സിമ്പിൾ ആയിട്ട് ചോദ്യം. 2015 മുതൽ ഈ വെൽഫെയർ പാർട്ടിയുമായി അതായത് വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് സ്വരാജ് പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് പറയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. അല്ല, കേരളത്തിൽ അതെ പറയട്ടെ അദ്ദേഹമാ. കേരളത്തിൽ UDF ഒരു തെരഞ്ഞെടുപ്പിനകത്തും വർഗീയ കക്ഷികളുടെ വോട്ട് നേടിക്കൊണ്ടല്ല വിജയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് സെക്യുലർ നിലപാടുണ്ട്. ഇന്ത്യയിൽ RSSനെ പരാജയപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ വർഗീയതക്കെതിരെയുള്ള പോരാട്ടമൊന്നും ആരും ഇവിടെ സർട്ടിഫൈ ചെയ്ത് പഠിപ്പിക്കാൻ വരണ്ട. ഒരാളും പഠിപ്പിക്കാൻ വരണ്ട. പൂർത്തീകരിക്കട്ടെ. 2015 മുതൽ ഇവർ ഈ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുചേർന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചുകൊണ്ട് വരണ്ടെന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഹിന്ദു മത സഭക്കാരൻ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അതിനെ തള്ളി പറയാത്ത ആളുകളാണ് ഇവര്. RSSും ADGP തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയെ തള്ളി പറയാത്ത ആളുകളാണ്. ഇന്നിപ്പോ VD സതീശൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിയെ കൊണ്ടുവന്ന എന്താ കുഴപ്പം? നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി, ഇപ്പൊ നിങ്ങൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം നിങ്ങൾ ഇത്ര ചൂടാകുന്ന എന്തിനാ? പിണറായി വിജയന്റെ ബൈറ്റ് അദ്ദേഹത്തിന്റെ ഫോണിലുണ്ട്. ഇവിടെ VD സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഈ നാടിനൊക്കെ അറിയാം. മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി. മതരാഷ്ട്രവാദം എന്ന വാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി. അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദിയുടെ ആശയങ്ങൾ പിൻപറ്റി മുന്നോട്ട് പോകുന്ന, എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അകറ്റി നിർത്താൻ ശ്രമിച്ച ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത VD സതീശനെ കുറിച്ച് ആ ചോദ്യം. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മതസംഘടന ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും പിന്തുണച്ചു, അവരാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഈ നാട്ടിലറിയാം. പൊതുവെ അവരെക്കുറിച്ച് പറയുക മൂല്യം നോക്കി വോട്ട് ചെയ്യുന്നവർന്ന. അങ്ങനെ മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മതസംഘടന എന്നുള്ള നിലക്ക് അവരുടെ വോട്ട് പല സമയത്ത് പല സംഘടനകളും എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ നീക്കുപോക്കുകൾ പ്രാദേശികമായിട്ടാണ് ഉണ്ടായിരുന്നത്. അന്നെല്ലാം വെൽഫെയർ പാർട്ടി ഈ പ്രാദേശികമായിട്ടുള്ള സ്വതന്ത്രരെ വെച്ചുള്ള നീക്കുപോക്കുകൾ നടന്നെടുത്ത് ഏറ്റവും അസന്നിഗ്ധമായി ഞങ്ങളുടെ നേതൃത്വം ഇടപെട്ട് ഇത് ആവർത്തിക്കാൻ പറ്റില്ല, അവിടെ ശാസിക്കുകയും വളരെ വ്യക്തമായി ഞാൻ ജമാഅത്തെ ഇസ്ലാമി ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണ മേടിക്കുമ്പോൾ നല്ല മൂല്യമുള്ള പാർട്ടിയായിരുന്നു. ഇപ്പൊ മൂല്യം പോയതാ. അന്ന് അവർക്ക് ഒരു കാര്യമുള്ളത്, ഇവർ ഈ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ പറയേണ്ടിയിരുന്നോ? അല്ല, അന്ന് ഉപേക്ഷിച്ചു. അത് പിണറായി വിജയൻ പറഞ്ഞില്ല. പിണറായി വിജയൻ നല്ല മൂല്യമായിരുന്നു. പിണറായി വിജയൻ എന്തെങ്കിലും ജമാഅത്തെ ഇസ്ലാമി മതമൂല്യങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നവരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയില്ല ഞങ്ങള്. പക്ഷെ നിങ്ങളുടെ നേതാവ് തരാതരം ഏത് വർഗീയവാദികളോടും കൂട്ടുചേരുക. നിങ്ങൾ നോക്ക്, ഈ സയ്യിദ് കുത്തുബ്, പിന്നെ ഹസൻ അൽ ബന്ന കഴിഞ്ഞ മാസം ഇവിടെ എയർപോർട്ടിൽ, ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ
സോളിഡാരിറ്റിയുടെ സമരം നടക്കുമ്പോൾ അവരുടെ പണം പിടിച്ചിട്ട സമരം നടത്തിയത് ആരാ? സയ്യിദ് കുത്തുബ്, ശരി, ഒരു നിമിഷം. ആരാ? ശിവശങ്കർ, പറയൂ. ശിവശങ്കർ, ഈ ശിവശങ്കർ. പഹൽഗാമിലെ തീവ്രവാദികൾക്ക് വസീഫ്, ഒരു നിമിഷം. ആശയപരമായ ആരാ പിന്തുണ കൊടുത്തവരാ? PDP? ഒരു നാണവുമില്ലാതെ ആരാ അവർക്ക് PDP? പിന്തുണ കൊടുക്കുക. ആരാ PDP? ഞാൻ പറയാം, PDP-യുടെ തീവ്രമായ ആശയങ്ങൾ ഈ സമൂഹത്തിലേക്ക് അവർ വമിപ്പിക്കുന്ന സമയത്ത് PDP അകറ്റി നിർത്തിയവർ ഞങ്ങൾ. ശരി, വസീഫ്, നിങ്ങൾ മാത്രം സംസാരിക്കുന്നു തോന്നുന്നു. ഒരു നിമിഷം. ശ്രീ ശിവശങ്കർ, ഒരു നിമിഷം. ശ്രീ ശിവശങ്കർ, RSS ഒരു വർഗീയ കക്ഷിയാണെന്ന് അഭിപ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ. RSS ഒരു വർഗീയ കക്ഷിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ RSS പിന്തുണക്കുന്ന BJP രാജ്യം ഭരിക്കുകയാണ്. അപ്പോൾ ഈ വെൽഫെയർ പാർട്ടിക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിക്ക് മുന്നണിക്കകത്തേക്ക് കയറുന്ന എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇവർ ഈ നടന്ന ചർച്ച അർത്ഥരഹിതമല്ലേ? ഈ ചർച്ച സത്യത്തിൽ BJP ഗുണകരമാണ്. ഇവർ തമ്മിൽ തർക്കിക്കുന്നത് ഏറ്റവും കൂടുതൽ വർഗീയവാദികൾ ആരാണെന്ന് അന്യോന്യം തർക്കിക്കുക. രണ്ടുപേരും രണ്ട് വർഗീയവാദികളെ. ഇപ്പുറത്ത് PDP പഴയ ചെയർമാൻ്റെ ഒക്കെ പ്രസംഗം കേട്ടാൽ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന പ്രസംഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഈ പ്രസംഗം പറയുന്നില്ല. ഹിന്ദു മഹാസഭയെ കൂടെ ചേർക്കാം. പറഞ്ഞില്ല. കാര്യം എടുക്കട്ടെ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ജനങ്ങൾക്ക് മനസ്സിലായി ആരാണ് ഏറ്റവും കൂടുതൽ വർഗീയവാദികൾ. ഗ്രാമങ്ങളിൽ വോട്ട് പിടിച്ചാൽ കുഴപ്പമില്ല, ഗ്രാമങ്ങളിൽ മത്സരിച്ചാൽ കുഴപ്പമില്ല. അവിടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും SDP-യുമായും ജമാഅത്തെ ഇസ്ലാമിയായും കൂടി മത്സരിച്ചാലും ഭരണം പങ്കിട്ടാലും കുഴപ്പമില്ല. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അത് ചാനൽ ചർച്ച വന്നാൽ പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മതേതരവാദികൾ BJP-ക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവരുടെ രണ്ടുപേരുടെയും കള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലായി. ഇവർ ആരാണ് വർഗീയവാദികൾ, വലിയ വർഗീയവാദി എന്നാണ് യോഗത്തിന് സമയം കൊടുത്തില്ലെന്ന് തോന്നുന്നു ആൾക്കാർക്ക്. ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ കശ്മീരിൽ തോൽപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരന് പിന്തുണ കൊടുത്ത പാർട്ടിയുടെ പേര് BJP ഒരുമിച്ച് മത്സരിച്ചത്. ശിവസേനയായിട്ട് കൂടെ ചേരൂട്ടെ ഈ പാർട്ടി. മഹാരാഷ്ട്രയിലെ ഇവിടെ ഹിന്ദു മഹാസഭയായിട്ട്. വസീഫിനോടാണ് ചോദ്യം. വസീഫ് ഘോരാഘോരം പ്രസംഗിക്കുന്ന പിണറായി വിജയന് ആദ്യമായി നിയമസഭ കണ്ടത് ഏത് പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണ്? ബിജെപിയുടെ മുൻകാല പാർട്ടിയായിട്ടുള്ള ജനസംഘുമായി കൂട്ടുപിടിച്ചിട്ടാണ് പിണറായി വിജയൻ ആദ്യമായി നിയമസഭ കണ്ടത്. അങ്ങനെയുള്ള അന്ന് നിങ്ങളുടെ ഘോരഘോരം പ്രസംഗിക്കുന്ന കെ സുധാകരനും ഇതേ പക്ഷത്തായിരുന്നു. അന്ന് അങ്ങനെ ഘോരാഘോരം BJP-ന്റെ പിന്തുണ സ്വീകരിച്ചുള്ള പിണറായി വിജയൻ എന്ത് അടിസ്ഥാനത്തിലാണ് മതേതരവാദി എന്ന് പറയുന്നത്? എന്താ സാഹചര്യം എന്ന് പഠിക്ക്. വാട്സാപ്പിൽ അത് കിട്ടി, മറുപടി കിട്ടി. വസീഫിനോടാണ്. വസീഫ് പറഞ്ഞു, വേറെ ചർച്ചയിൽ പറഞ്ഞതാണ് SDP പോലെ വർഗീയവാദികളുടെ കൂട്ടുകെട്ട് കെട്ടിയിട്ടില്ല എന്നുള്ളത്. ഒരു നിമിഷം അവിടെ ചോദിക്കട്ടെ ചേട്ടാ. നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാൻ അവിടെ ഇരിക്കും. ഇവിടെ മൈക്ക് ഇവിടെ, ക്യാമറ ഇവിടെ പറ. ആരും കേൾക്കുന്നില്ല, ബഹളം കേൾക്കുന്നില്ല പുറത്ത്. ഇവിടെ മാത്രം ചോദിച്ചോ. നിങ്ങളുടെ മുഖത്താണ് നിങ്ങൾ പറയുന്നത് കേൾക്കുള്ളൂ. ചെയ്തിട്ടില്ല. എന്നാൽ CPM-ഉം കേരളത്തിലെ മറ്റു പാർട്ടികളും ചെയ്യാത്തൊരു വർഗീയത SDP എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വസീഫ് അന്തസ്സുണ്ടെങ്കിൽ തെളിയിക്കണം. ശേഷം ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ മനസ്സിലായോ? വർഗീയത SDP-യുടെ തീവ്രവാദം എന്താണെന്നുള്ളത് വസീഫിന് അന്തസ്സുണ്ടെങ്കിൽ വസീഫ് അത് തെളിയിക്കണം. പെട്ടെന്ന് വേഗം സമയമില്ല. PV അൻവറിനെ അനുകൂലിച്ചു കൊടുന്ന TMC-യുടെ നേതാവിന് ആണോ? TMC-യുടെ അനുകൂലമാണോ എങ്കിൽ പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. കേരള ഘടകം അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല, സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിവിടെ ചർച്ചയ്ക്ക് വന്നത്? ഒന്ന്. മറ്റൊന്ന് കോൺഗ്രസ് അനുഭാവിയോടാണ്. പിന്നെ പ്രിയങ്ക ഗാന്ധി ഇവിടെ വോട്ട് തേടിയത് ഒന്ന് രാത്രികാല യാത്രാ നിരോധനം ഞങ്ങൾ ഇടപെട്ട് ഇല്ലാതാക്കും, മറ്റൊന്ന് വന്യജീവി ആക്രമണത്തെ ഞങ്ങൾ അതിന് എന്താണോ ചെയ്യേണ്ടത് അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് രണ്ടും ഈ കാലം വരെ നടന്നോ? അതിലെന്തെങ്കിലും നിങ്ങൾ നീക്കുപോക്ക് ചെയ്തിട്ടുണ്ടോ? അതായത് പ്രിയങ്ക ഗാന്ധിക്ക് ഇത്രയും വലിയ ഒരു പ്രൊഫൈൽ ഉണ്ടായിട്ട് ഈ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് പോലും ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ അങ്ങോട്ട് വരാം ഷൗക്കത്തെ. ഈ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല. അല്ലല്ല, കോൺഗ്രസ് നിയമസഭയ്ക്കകത്തും ദേശീയ തലത്തിലും അത് ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ചത് ഈ കേരളത്തിൽ
4 അടിയന്തര പ്രമേയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്നതാണ്. കേരള സർക്കാർ ആ വിഷയത്തിനകത്ത് എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറായിട്ടില്ലെന്നാണ്. ജനപ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടാണ്. കേന്ദ്ര തലത്തിലും ഈ വിഷയത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളകത്ത് ഇടപെടലുണ്ടാകുന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളും കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്കും ഈ വിഷയത്തിനകത്ത് പരിഹാരം ഉണ്ടാകണം. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്, പരിഹാരം ഉണ്ടാകുന്ന നിലപാട് ഇപ്പോഴും ഉണ്ട്. ശരി, രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഇവിടുത്തെ എംപിമാരാ എന്തെങ്കിലും ഇടവേളയിലേക്ക് പോകണം. എനിക്ക് അപ്പോൾ പെട്ടെന്ന് അല്ല, ഈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് തീവ്രവാദികളോട് മറുപടി പറയാൻ സൗകര്യമല്ല. ഒരു നിമിഷം പറഞ്ഞു. ഇവിടെ ഷൗക്കത്ത് ഇത് മനഃപൂർവം ഇവിടുത്തെ വിഷയങ്ങൾ മാറ്റുകയാണ്. 2 മുന്നണികളും തരാതരം ഇത്തരം കക്ഷികളുമായി തരാതരം കൂട്ടുകൂടുകയും അവസരത്തിനൊത്ത് വാദങ്ങൾ ഉയർത്തി തമ്മിൽ തർക്കിക്കുകയാണ്. ഇവിടുത്തെ വിഷയം അതല്ല. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ആദ്യം ഒരു മറുപടി പറയാം. TMC PV അൻവറിനെ പിന്തുണക്കുന്നില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ നിലമ്പൂർ പോത്തുകലിൽ നമ്മൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ മാസ് തുടരുകയാണ്. അങ്ങേയറ്റം ആവേശകരമായ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. രോഹിത് UDF നേതാവ് രോഹിത് ഇവിടെ സ്വരാജ് സ്ഥാനാർത്ഥി, ഞാൻ അങ്ങോട്ട് വരാൻ ഷൗക്കത്തെ നമ്മൾ ഇടവേള കഴിഞ്ഞു വരികയാണ്. രോഹിത് ഇവിടെ സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടെ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറിയില്ലേ? നിങ്ങളുടെ തന്നെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തില് സ്വരാജ് വരട്ടെ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വരാജ് തന്നെയും വന്നു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഏറ്റവും ചെറുപ്പക്കാരായുള്ള നേതാക്കളിൽ പ്രമുഖൻ, അദ്ദേഹം തന്നെ ഇവിടെ വന്ന് മത്സരിച്ചതോടെ നിങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് ഒരു ചെറിയ ഇളക്കം തട്ടിയെന്നത് വസ്തുതയല്ലേ? ഒരിക്കലുമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയപരമായിട്ട് നേരിടണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുകയാണ്. കാരണം 2026 മുമ്പേ നടക്കുന്ന ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങളിതിനെ റൗണ്ടായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ജനങ്ങൾക്ക്, കേരളത്തിലെ 3.25 ലക്ഷം കോടി വിൽപ്പനം വരുന്ന ജനങ്ങൾക്ക് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും പങ്കുവയ്ക്കാൻ പറ്റാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവസരമായിട്ടാണ് നിലമ്പൂരിനെ കാണുന്നത്. ഈ നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല ഇതിനകത്ത് വോട്ട് ചെയ്യുന്നത്. മാനസികമായി സർക്കാരിനെതിരെ 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ ഈ നിലമ്പൂരിൻ്റെ പുറത്ത് വോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ അറിയോ? 9 വർഷക്കാലം ഇവർ പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത്. അതൊന്നും പാലിക്കപ്പെടാതെ പോയതാണ്. ആ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് മതവും ജാതിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവരിതിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് എന്താണ്, 2,500 രൂപ പെൻഷൻ അത് കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് ഇവർ. കൊടുക്കാൻ പറ്റിയില്ല. പെൻഷൻ പ്രധാനപ്പെട്ട വിഷയമാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്ത വീടുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല കണക്കുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ആശാ വർക്കർമാർ ഈ കേരളത്തിൽ സമരം ചെയ്യുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അംഗനവാടി ഹെൽപ്പർമാരുണ്ട്, അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുണ്ട്. അവർ നടത്തുന്ന സമരത്തെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ. സ്ഥാനാർത്ഥി സ്വരാജ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വിജയ പ്രശ്നമൊന്നുമില്ല. അടുത്ത ശ്രീ ഷൗക്കത്ത്, ഇവിടെ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഈ മണ്ഡലത്തിൽ വലിയ എല്ലാവരാലും അറിയപ്പെടുന്ന, ഇവിടെ കുടുംബപരമായിട്ട് തന്നെയും വലിയ പ്രാധാന്യമുള്ള ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ PV അൻവർ, പിണറായി വിജയനെതിരെ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വന്ന PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ട് പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള പണിയല്ലേ ചെയ്യേണ്ടിയിരുന്നെന്ന ചോദ്യം ഇപ്പോഴും അവിടെ ഉണ്ട്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ മഹിമ ഞാൻ പറയാം. ഞങ്ങളെ സംഘടനാപരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അത് മറുപടി പോവാം. ഇപ്പം ഞങ്ങളുടെ റാലിയാണ്, നിലമ്പൂർ മണ്ഡലത്തിൻ്റെ റാലിയാണ്. അതിന് TMCയുടെ MP ആയ ക്രിക്കറ്റ് ലെജൻഡ് യൂസഫ് പത്താനാണ് അതിന് നേതൃത്വം നൽകുന്നത്. TMCയുടെ പിന്തുണ അതിനുണ്ടോ ഇല്ലെന്നുള്ളത് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ആര്യാടൻ ഷൗക്കത്ത് എല്ലാ കാലത്തും ഒരു പുരോഗമനവാദിയാണ് എന്ന് സമൂഹത്തിന് കാണിക്കാൻ വേണ്ടി ഇവിടെ നടത്തിയ പ്രസ്താവനകളൊക്കെ ഈ നാട്ടിലെ ജനസമൂഹം വീക്ഷിച്ചതാണ്, കണ്ടതാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇവരുടെ UDF മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. PV അൻവർ എല്ലാം തുറന്നു പറയുന്ന ആളായതുകൊണ്ട് അതും തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, കേരളത്തിലുള്ള സർവ്വമതങ്ങളും അംഗീകരിക്കുന്ന, സർവ്വ രാഷ്ട്രീയ പാർട്ടിക്കാരും അംഗീകരിക്കുന്ന ഒരു കുടുംബത്തിൽ എന്തുകൊണ്ട് പോലീസ് റെയ്ഡ് നടത്തുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പാണക്കാട് കുടുംബത്തിനെതിരെ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇനി എന്തു തന്നെ ഐക്യത്തിൻ്റെ പാട്ട് പാടിയാലും
ഏത് ശുദ്ധീകരണം നടത്തിയാലും അതൊന്നും ഈ ജനങ്ങളുടെ മനസ്സൊന്നും മായാൻ ലീഗുകാരുടെ പോകുന്നില്ല. വോട്ട് അവർക്ക് കിട്ടില്ലേ? ഒരിക്കലും ഇല്ല, കിട്ടില്ല. ഒരിക്കലും ചെയ്യില്ല. ഇല്ലതാണോ കിട്ടുക? ലീഗുകാർ തീർച്ചയായിട്ടും ഈ ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് PV അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് പിണറായി സത്തെ പ്രതിരോധിക്കാൻ PV അൻവർ എന്ന ആൺകുട്ടി ഈ നാട്ടിൽ വരണമെന്ന് ചിന്തിക്കുന്ന 10,000-കണക്കിന് വോട്ടർമാരുള്ള മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. ഫോൺ പോലും റെക്കോർഡ് ചെയ്ത ആളെ എങ്ങനെയാണ് മുന്നണിയിലേക്ക് കൊണ്ടുവരാന്നാണ് VD സതീശൻ ചോദിച്ചത്. അങ്ങനെ ഫോൺ കോളുകൾ PV അൻവർ ഒന്നല്ല, ഒരുപാട് ആളുകൾ അതറിഞ്ഞതും ആ വിഷയം അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായി, ഈ നാട്ടുകാർക്ക് മനസ്സിലായി. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് സംരക്ഷണം ചെയ്തു. ഇന്ന് ഈ രാജിയിലൂടെ നിലമ്പൂരിന്റെ വിഷയങ്ങൾ, ഈ നാട്ടിലെ പോലീസിലെ RSS വൽക്കരണം, മുഖ്യമന്ത്രി ഉയർത്തിവിട്ട ഈ നാട്ടിൽ മറ്റൊരു സംസ്ഥാനത്ത് പോയി ഈ നാടിനെതിരെ നടത്തിയ പ്രസ്താവനകൾ ഒരൊറ്റ ചോദ്യം നേരത്തെ സുഹൃത്ത് വസീഫ് ഞാൻ ചോദിച്ചപ്പോൾ അതിനൊരു പരിഹാസ ചിരിയോടുകൂടി തള്ളിവിട്ടു. ഒരു രാഷ്ട്രീയ ചർച്ചയിൽ ഇനി എത്ര പ്രാധാന്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറുപടി ഇല്ലെങ്കിൽ അവിടെ കൊഞ്ഞനം കുത്തി പോവലല്ല മര്യാദ. PV അൻവർ അല്ല ആ രീതിയിൽ തന്നെ ഒരിക്കലല്ല. ചിരിച്ചുകൊണ്ടാണെങ്കിലും കൊഞ്ഞനത്തിന് അതിൻ്റെ അർത്ഥം തന്നെയുള്ളൂ, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഒന്നാമത് നിങ്ങൾ ഈ 3 പേർക്കും അവസരം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ അവസരം തരുന്നുള്ളൂ. ആ അവസരത്തിൽ നമ്മൾ ഉന്നയിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും PV അൻവർ ഈ രാജിക്കുതകുന്ന കാരണങ്ങളായി ഉയർത്തിയ രാഷ്ട്രീയം തന്നെ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യണം. മലയോര ജനതയുടെ വളരെ ചുരുങ്ങിയ സമയമല്ല തന്നെ മലയോര ജനതയുടെ വിഷയത്തിൽ ഈ മലയോര ജനതയ്ക്ക് വേണ്ടി ശബ്ദിച്ചിട്ട് കേരളയിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ അതിനുവേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ ഈ നാടിന് വേണ്ടി ജയിൽവാസം അനുഭവിച്ച ആളാ PV അൻവർ. ആ അൻവർ പരിഹരിച്ചില്ലല്ലോ. അത് പ്രതിഷേധാണ്. പ്രതിഷേധത്തിന് ദിവസത്തിന്റെ കണക്കൊന്നുമില്ല. അപ്പോ PV അൻവറിന്റെ വികസന കാര്യത്തിൽ ഇവർക്കാർക്കും തർക്കമില്ല. PV അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടിയില്ല. പക്ഷെ PV അൻവറിനെ പറ്റില്ല. എന്താ PV അൻവറിനെ പറ്റാത്തത് എന്ന് പറ്റാത്ത ശ്രീ വസീഫ്, നിങ്ങൾ രണ്ടുപേരുടെ കുഴപ്പമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? PV അൻവറിനെ രണ്ടുപേരും ഒരേപോലെ എടുത്ത് പുറത്തേക്ക് ഇട്ടത് നിങ്ങൾ രണ്ടുപേർക്കെതിരായിട്ടും അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ പിന്നിൽ തന്നെ അല്ല, അങ്ങനെയല്ലോ സതീശന്റെ പിന്നിലും പിണറായി ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയൊക്കെ കേട്ടാ ചിരിക്കാതിരിക്കണം. ഞാൻ വേറെ അല്ല, ചിരി ഈ ചിരിക്ക് 23-ാം തീയതി വരെ ഉള്ളൂ. 23-ാം തീയതി നിങ്ങൾ 23 വരെയെങ്കിലും ഞാൻ ചിരിച്ചോട്ടെ. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ നിന്നല്ല കേരളത്തിലുടനീളം നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഈ മണ്ഡലത്തിൽ മാത്രം പാലക്കാടും ഈ വികസനമല്ല. അവിടെ ഞങ്ങൾ MLA ഉണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ MLA ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത അത് തന്നെയാണ് പറയുന്നത്. എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അപ്പൊ ഇവിടെ ഈ മണ്ഡലത്തിൽ മാത്രം 8585 പേർക്ക് ലൈഫിലൂടെ വീട് കൊടുത്ത മണ്ഡലം ഇത്. അങ്ങനെ കേരളത്തിലുടനീളം ലൈഫിനെ പുനർജീവിപ്പിച്ച ഒരു ഗവൺമെന്റ് ഇടതുപക്ഷം. ഞാൻ നേരത്തെ സ്കൂളുകളുടെ കാര്യം പറഞ്ഞു, റോഡുകളുടെ കാര്യം പറഞ്ഞു, മലയോര ഹൈവേയെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. പട്ടയം കൊടുത്തു 4008 പേർക്ക്, ഇവിടെ ഏകദേശം 5000-നടുത്ത് പേർക്ക് പട്ടയം കൊടുത്ത ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ഇതെല്ലാം ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ്. നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ ഒക്കെ പറയുന്നുണ്ടല്ലോ, ഇവർ പറയുമ്പോൾ 9 വർഷത്തെ ഓർമ്മയായിരിക്കും ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർക്ക് ഉണ്ടാവുക. അതിൻ്റെ അപ്പുറത്തൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും ആന്റണിയും ഒക്കെ കേരളം ഭരിച്ചപ്പോൾ ഒരു പൊതു സമീപനമുണ്ട്. അന്ന് അവർ പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്, നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ജീവനക്കാരുടെ സമരം. ഇപ്പോൾ ഇവർ പല സമരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ആ സമരത്തിന് ഉമ്മൻചാണ്ടിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാരിൻ്റെ സ്കൂളിൽ പഠിച്ച്, സർക്കാരിൻ്റെ ജോലിയും വാങ്ങി,
സർക്കാരിന്റെ പെൻഷനും വാങ്ങി ജീവിക്കാം ഇനി എന്ന് ആരും കരുതേണ്ട. പെൻഷനെ കുറിച്ച് പോലും പറഞ്ഞത് നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, അത് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു. നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, അവരെ വെല്ലുവിളിച്ചു നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഈ കൂട്ടത്തിലുണ്ടാകും പെൻഷൻ വാങ്ങിയവർ. 2016 മെയ് മാസം 15,000 രൂപ കുടിശ്ശിക തീർത്ത് വാങ്ങിയവർ ഈ കൂട്ടത്തിൽ തന്നെ 70 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടാകും. അതിന് പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞു, ഈ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടി ഷോ പോലെ ഷോ കാണിക്കണ്ട. പിന്നെ ഒറ്റ കാര്യം, പിന്നെ ഇവർ പറഞ്ഞു ഈ പോലീസ് കാര്യങ്ങളൊക്കെ. പോലീസ് കേസ് മലപ്പുറം ജില്ലയിലല്ല കൂടുതൽ, പക്ഷെ മലപ്പുറം ജില്ലയിൽ കൂടുതൽ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. എന്താണെന്നറിയോ? കഴിഞ്ഞ LPST എക്സാം നടന്നു, പരീക്ഷ. അതായത് നേരത്തെ TTC ഇപ്പോൾ D.Ed ആയിരുന്ന അധ്യാപകനാവാൻ പരീക്ഷ എഴുതണം. PSC മുഖാന്തരം നിയമനം കൊടുത്തു കേരളത്തിലുടനീളം. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 1185 പേർക്ക് ഒരു ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും നിയമനം കൊടുത്തു ഈ മലപ്പുറം ജില്ലയിൽ. അതിനെ നിങ്ങൾ കാണുന്നില്ല, അതൊരു നേട്ടമല്ലേ? എന്താ നിങ്ങൾ പറയാത്ത? മലപ്പുറം ജില്ലയെ മാറ്റി വെച്ചിട്ടില്ല കേരളത്തിൽ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് സ്വരാജ് അങ്ങോട്ടേക്ക് പോയാൽ സ്വരാജ് വലിയ പദവികൾ അറിയിക്കാൻ യോഗ്യനാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. സ്വരാജ് വലിയ പദവികൾ വഹിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണെന്ന് കൂടെ പിണറായി വിജയൻ പറഞ്ഞു. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത പിണറായി വിജയൻ സർക്കാരിലേക്ക് ഇവിടെ നിന്ന് സ്വരാജ് കൂടെ അങ്ങോട്ടേക്ക് പോയാൽ ഈ മണ്ഡലത്തിന് വലിയ മെച്ചം ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ ജയിക്കുന്നത്? അദ്ദേഹം 9 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ, ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തിയല്ലോ, ജനങ്ങളുടെ വിലയിരുത്തിയത്. ഇവിടെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞല്ലോ, വസീഫ് അഭിപ്രായം പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ കണക്ക് വെച്ചാൽ സംസാരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ 4,58,976 വീടുകളാണ് കേരളത്തിൽ കൊടുത്തുള്ളത്. പറഞ്ഞോടത്തെ അല്ലല്ല ഇത് ഇല്ലല്ല, ഇത് നിയമസഭാ രേഖകളാണ്. ഈ നിയമസഭാ രേഖകൾ ഇനി ഞാനത് ഉദ്ധരിക്കാം. 2016 ലൈഫ് മിഷൻ വരുന്നത്. 2016 വരുന്നത്. അന്ന് ഇന്ദിരാ ആവാസ് യോജന പ്രകാരം 2,75,038 വീടുകൾ. 78 പട്ടികജാതി വകുപ്പ് 2,48,087, പട്ടികവർഗ വകുപ്പ് 1,75,088, ഫിഷറീസ് വകുപ്പ് 40,000 വീടുകൾ ഞങ്ങൾ കൊടുത്തതാണ്. ഈ 9 വർഷക്കാലം ഇവർ കൊടുത്ത കണക്കൊന്ന് പറയോ? ഇനി ഇവിടെ പെൻഷനെ കുറിച്ച് പറഞ്ഞു. ഇവർ പറഞ്ഞത് 18 മാസക്കാലത്തെ പെൻഷനാണ്. 18 മാസക്കാലത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല. പറയട്ടെ, 18 മാസക്കാലത്തെ പെൻഷൻ കൊടുത്തില്ലാന്ന് പച്ചയായ നുണ കേരളം മുഴുവൻ പറഞ്ഞു. ഇവർ കൊടുത്തിരിക്കുന്ന അല്ലല്ല, ഞാൻ അങ്ങനെ രേഖയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. KT ജലീൽ, തോമസ് ഐസക്, KT ജലീൽ 3 മാസത്തെ വിഷ്ണുനാഥ്, ബാലഗോപാൽ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ചിട്ടുണ്ട്. OS അംബികയുടെ ചോദ്യം ഞാൻ എടുക്കാം. ഏത് ചോദ്യം എടുത്തോ, ഇനി ഇതൊന്നും വേണ്ട. ഈ നാട്ടുകാരുടെ മുമ്പിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ഒറ്റ കാര്യം ഒന്ന് വഴങ്ങി. അതായത് PV അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് പോലീസിന് RSSുമായിട്ട് ബന്ധമുണ്ടെന്നാണ്. പിണറായി വിജയൻ RSSുമായിട്ട് ബന്ധമുണ്ടെന്നാണ്. അതേ തുടർന്നാണ്, അതായത് RSSും BJPയും കക്ഷിയായിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒടുവിലാണ് ഇപ്പൊ ഇവിടെയാണ് പിണറായി വിജയനും പോലീസിനും RSSുമായി ബന്ധമുണ്ട് എന്നൊരു വിഷയത്തിനൊടുവിലാണ് PV അൻവർ രാജിവെക്കുകയും ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാത്തിനും പിറകിൽ നിന്നിട്ട് നിങ്ങളുടെ ഈ RSS എന്ന സംഘടന രാജ്യത്തിനകത്ത് കേരളത്തിലും ഇങ്ങനെ ഇടപെടുകയാണെന്നല്ലേ PV അൻവർ ഉന്നയിച്ച കാര്യത്തിന് അർത്ഥം? അല്ല, PV അൻവർ മാത്രമല്ല, ഇത് നല്ല ചോദ്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു മുക്കാൽ പിണറായിയാണ് സതീശൻ. പിണറായിയോ മുണ്ടുടുത്ത മോഡിയാണ് പിണറായി വിജയൻ. മറ്റൊരു ആരോപണം. എന്നാൽ പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാ വോട്ട് ചെയ്യണേ? മോഹൻ ജോർജിന് ഡയറക്റ്റ് വോട്ട് ചെയ്താൽ പോരെ? ഡയറക്റ്റ് മോഡിയുടെ ആളില്ലേ ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്? എന്തായാലും പിണറായി വിജയൻ ജയിച്ചാലും സതീശൻ ജയിച്ചാലും മോഡിയുടെ ആളാണ്. എന്നാൽ പിന്നെ മോഡിയുടെ ആൾക്കാർക്ക് മോഹൻ ജോർജിന് ഡയറക്റ്റ് വോട്ട് ചെയ്താൽ പോരെ എന്നാണ് ജനങ്ങൾ അതിന് പറ്റിയ നല്ല സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് അല്ലേ? ഒരു സംശയമില്ല, സ്വരാജിന്റെ സ്ഥാനാർത്ഥി. നിങ്ങൾ മത്സരിക്കാൻ ആദ്യം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വാർത്ത ആദ്യം വന്നോണ്ടാണ് ചോദിച്ചത്. എനിക്കറിയില്ല, വാർത്തയൊക്കെ പലരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേറെ സ്ഥാനാർത്ഥിയൊക്കെ CPMന്റെ സ്ഥാനാർത്ഥി വെല്ലുവിളിച്ചപ്പോൾ ഇതെന്താ WWF ഇതെന്താ ചൈനീസ് സിനിമയാണ്? വെല്ലുവിളിച്ചപ്പോൾ ഇതാ ഇറക്കി വിടുമെന്ന് പറയാൻ. ഈ ചൈനീസ് സിനിമ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. മാസ്റ്റർ ഐ വാണ്ട് ടു ഫൈറ്റ് വിത്ത് ഹിം. അപ്പോൾ ഒരു ചൈനക്കാരൻ ചാടി വരും, തല്ലും. ഇതെന്താ സിനിമയാണ്? ഈ ഇങ്ങനെ നല്ല ആളാണെങ്കിൽ നേരത്തെ വിടാറുന്നില്ല ഇവർക്ക്. ഇനി ഒരു കാര്യം കൂടി, ഇയാൾ സെക്രട്ടേറിയറ്റിൽ പോകില്ല എന്ന് പറഞ്ഞതാരാ? ഇയാളുടെ യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരു മിനിറ്റ്, ഇയാളെ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അത് വ്യക്തിപരമായ ഒരാളുടെ അഭിപ്രായം. പാർട്ടി സെക്രട്ടറി
ഒരു മിനിറ്റ്. നോണ പറഞ്ഞു പോകരുത് വസീഫ് മനുഷ്യൻ. പറഞ്ഞ നുണകളിൽ ഏയ്, നോണ പറഞ്ഞു പോകരുത്. അപ്പോ ഈ പാർട്ടി സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറയണ്ട. എവിടെ കുട്ടിയാ നിങ്ങൾക്ക് യുദ്ധത്തെക്കുറിച്ചുള്ള സ്വരാജ്യ അഭിപ്രായമാണ് നിങ്ങൾക്ക്. ശിവശങ്കർ അദ്ദേഹം പറഞ്ഞു യുദ്ധം ഉണ്ടാകുന്ന നല്ല നമ്മുടെ കാര്യമല്ല അദ്ദേഹം പറഞ്ഞു. അത് വസ്തുതയല്ലേ? യുദ്ധം ഉണ്ടാകും, എല്ലാവർക്കും ബോംബൊക്കെ പൊട്ടി ആൾക്കാർക്ക് ക്ഷീണം വരും. അത് അദ്ദേഹം പറഞ്ഞൊരു തെറ്റല്ലല്ലോ. ഇതല്ലല്ലോ പാർട്ടിയുടെ അഭിപ്രായം. പാർട്ടിയുടെ അഭിപ്രായം അതല്ലല്ലോ ഗോവിന്ദൻ പറഞ്ഞത്. അപ്പൊ ഇവർക്ക് അറിയാം ഇതൊരു കുരുതി കൊടുത്താണ്. അങ്ങോട്ട് കയറി വരാണ്ട് പിണറായിക്കെതിരുള്ള ഒരാളെ ഇവിടെ കുരുതി കൊടുത്ത് നിർത്തിയതാണ്. ഒരു സംശയവുമില്ല. രാഷ്ട്രീയമായി ഇത് CPM-ന് വളരെ ശക്തമായ അടിയൊഴുക്കുണ്ടാവും. അവരെ പിന്തുണച്ച PDP, അതേപോലെ മഹാസഭ, ഹിന്ദു മഹാസഭ, അപ്പുറത്ത് ശിവസേന, ഇവരെ മുഴുവൻ വർഗീയവാദികളും കൂടെ നിന്ന് ഫോട്ടോ എടുത്തല്ലോ. രണ്ട് മിനിറ്റില്ല. ഹിന്ദു മഹാസഭയുടെ കാര്യം, ആ ഹിന്ദു മഹാസഭ അല്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഫോട്ടോ എടുത്തതിന്റെ കാര്യമാണ് പറഞ്ഞത്. വിജയരാഘവൻ സഖാവ്, ഒറ്റ കാര്യം സനീഷ്, വിജയരാഘവൻ സഖാവിന്റെ അടുത്ത് ഒരു സന്യാസി, ആ സന്യാസി രൂപത്തിലുള്ള ഒരു മനുഷ്യൻ, സന്യാസി രൂപത്തിലുള്ള ഒരു സന്യാസി രൂപത്തിലുള്ള ഒരാൾ വന്നു ഫോട്ടോ എടുക്കാൻ ചോദിച്ചു. വിജയരാഘവൻ സഖാവ് അദ്ദേഹത്തെ തട്ടി മാറ്റി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്ത് പറയും? സന്യാസിയോട് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയില്ലേ? ഹലോ, എനിക്ക് രണ്ടുപേരോടാണ് ചോദിക്കാനുള്ളത്. ഒരാൾ പറഞ്ഞ് ഞാനൊരു ഉത്തരവും പറയും. ശിവശങ്കരൻ സാറിനോട് ഞാൻ എനിക്ക് ചോദ്യമുണ്ട്. ആദ്യം നിങ്ങൾ പറയും, PV അൻവർ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഈ പറഞ്ഞതൊന്നുമല്ല, കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നതെന്നാ ചോദിച്ചത്. അതാണ് ഏറ്റവും വലിയ വിഷയം. PV അൻവർ ചോദിക്കാൻ പാടില്ലേ? ചോദ്യം ഇന്നുണ്ട്. എന്താ നിങ്ങൾക്ക് മറുപടി ഉണ്ട്? മറുപടി പറ. കസ്റ്റംസിന്റെ പണി എന്തിനാ പോലീസ് എടുക്കുന്നത്? കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത്? അതിന് ഉത്തരം പറയട്ടെ. കസ്റ്റംസിന്റെ പണി 2018-ലും 2019-ലും 2024-ലും കേരളത്തിൽ പ്രളയം ഉണ്ടായി. ഒരു നിമിഷം. വോട്ടർമാർക്ക് ഉത്തരം കിട്ടണം. 2018-ലും 2019-ലും 2024-ലും കേരളത്തിൽ ഗുരുതരമായ പ്രളയമുണ്ടായി. ഞങ്ങൾക്ക് UAE, കേരളത്തിന്റെ മറ്റൊരു വീടാണ് UAE 700 കോടി രൂപ കേരളത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരൊറ്റ ചില്ലിക്കാശ് പോലും വാങ്ങാൻ കേരളത്തെ അനുവദിക്കാത്ത നരേന്ദ്രമോദി ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തുണ്ടായാലും അവിടെ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 24-ൽ ഈ വയനാട്ടിൽ ദുരന്തമുണ്ടായി. UAE-യുടെ മാത്രമല്ല മറ്റ് കേന്ദ്ര സംസ്ഥാനങ്ങൾ ബന്ധത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വിദേശത്ത് നിന്ന് പണം വരുവാനുള്ള ട്രസ്റ്റ് രജിസ്ട്രേഷൻ കേരളം എടുത്താലും ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കവളപ്പാറയില് ജനങ്ങൾക്ക് നൽകി ഭൂമി കൊടുത്തിട്ടില്ല. ഈ സംസ്ഥാന സർക്കാർ ആദിവാസികൾക്ക് ഭൂമി കൊടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. നിങ്ങളുടെ കയ്യിലുള്ള കൊടുത്തിട്ടില്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തില് ആര്യാടൻ മുഹമ്മദ് ഇവിടെ മത്സരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ പോത്തുകലിൽ നിന്ന് പ്രസംഗിച്ചിരുന്നു. ഈ കോടാലിപ്പൊയിൽ ഒരു കരിമ്പിൻ തോട്ടം ഉണ്ടാക്കും. എന്തിന്? മുപ്പിനിയിൽ പഞ്ചസാര ഫാക്ടറി. അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് പറയാണ്, ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഡയറിയിലുണ്ട്. പല പ്രായം ചെന്ന ആൾക്കാർക്കും ഈ ഡയറിയെ പറ്റി പറയുമ്പോൾ ഓർമ്മയുണ്ടാവും. ഈ 35 വർഷം MLA ആയിരുന്ന ഒരു വ്യക്തി, മന്ത്രിയായിരുന്ന ഒരു വ്യക്തി, ബൈപ്പാസിനെ പറ്റി ഇപ്പം നിങ്ങൾ വലിയ മുതലക്കണ്ണീർ ഒഴിക്കുന്നുണ്ടല്ലോ. 224 കോടി ഇവിടെ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ 224 കോടി അനുവദിച്ചു കഴിഞ്ഞപ്പോൾ മുതലക്കണ്ണീർ അതെ. ഈ 35 വർഷം ഒരു കടുകുമണിയുടെ അളവ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? നമ്മുടെ പുത്രൻ വന്നാലും എപ്പോഴും അനുവദിച്ചത് 224 കോടി 50 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അനുവദിച്ചത്. പെട്ടെന്ന് സമയമില്ല മിസ്റ്റർ വസീഫിനോടും UDF-ന്റെ പ്രതിനിധിനോടും, അതായത് ബൈപ്പാസിന്റെ
മെല്ലെപ്പോക്ക് പറഞ്ഞിട്ടാണ് കാര്യമായിട്ട് ഇവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്, ഇടതുപക്ഷം ഇവിടെ വന്നിട്ടുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, സമയമില്ല, അതുകൊണ്ടാ സ്പീഡപ്പ്. 2021 ഫണ്ട് പാസ്സായതാണ് അതിന്. എന്തുകൊണ്ട് നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞു വന്നതാണല്ലോ? 9 വർഷക്കാലം MLA ആയിട്ട് അൻവർ ഉണ്ടായിരുന്നല്ലോ, ഇദ്ദേഹത്തിന്റെ അൻവർ. എന്തുകൊണ്ട് ഇപ്പോഴും അതൊരു തീരുമാനമാണ്? പിന്നെ ഒന്ന്. രണ്ടാമത്തെ കേസ്, ഇവിടുത്തെ വയസ്സായ ആളുകളും മറ്റും സ്ഥിരമായി ചെന്നിറങ്ങുന്ന ബസ് സ്റ്റോപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നന്നാക്കി കൂടെ നിങ്ങൾക്ക്? ഇപ്പോഴത്തെ അവസ്ഥ ജില്ലാ ആശുപത്രി ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരന്മാരും സാധാരണക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഈ വയസ്സായ ആളുകളടക്കം ബസ് പോയിട്ട് ഒരു കുഴിയിൽ നിന്ന് മറ്റേ കുഴിക്ക് ചാടും. പിന്നെ ഈ റോഡ് മിഞ്ഞാന്ന് നന്നാക്കി തന്ന 2-3 മാസം മുമ്പ് എത്ര കഷ്ടപ്പെട്ടു മറക്കും. പ്രശ്നമാണ്. ഇവിടെ ഒരു ചോദ്യം പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തോ, പെട്ടെന്ന് സ്പീഡായിക്കോട്ടെ. വസീഫിനോടാണ് ചോദ്യം. പിന്നെ അതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും BJP പ്രതിനിധിയോട് ആർക്കും ഒരു ചോദ്യമില്ല. അതുകൊണ്ട് അല്ല, ജനങ്ങൾക്ക് ചോദിക്കാനൊരു ചോദ്യമില്ല. രണ്ടാമത് ഇവിടെ പറഞ്ഞു വികസനത്തിന്റെ കാര്യം. 2019 നടന്ന പ്രളയത്തില് വാണിയമ്പുഴ, ഇരുത്തുത്തി കോളനി, പിന്നെ തരിപ്പപ്പൊട്ടി, കുമ്പളപ്പാറ സ്ഥലങ്ങളിൽ ഇന്നും പ്ലാസ്റ്റിക്കിൽ പിന്നെ താമസിക്കുന്ന ആളുകളാണുള്ളത്. ഈ 6 വർഷമായിട്ട് അതിന് 6 വർഷമായിട്ട് ഒരു തീരുമാനം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു നടപടി എടുക്കാൻ പറ്റില്ല. അതിന് നടപടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇക്കര ഭൂമിയുണ്ട്, സർക്കാരിന്റെ റവന്യൂ വകുപ്പിന്റെ, കൃഷി വകുപ്പിന്റെ, സർക്കാരിന്റെ കയ്യിൽ ഭൂമിയുണ്ട്. താൽക്കാലികമായിട്ട് അവിടെ വീട് ഒരു 3 വാചകത്തിൽ പെട്ടെന്ന് പറഞ്ഞോ, നമ്മുടെ സമയം കഴിഞ്ഞു. എല്ലാവരിലേക്ക് പോകണം. കസ്റ്റംസ് എന്തുകൊണ്ട് സ്വർണം പിടിക്കുന്നില്ല, പോലീസ് പിടിക്കുന്നു? ഇതായിരുന്നു അൻവറിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട്. ആ സഖാക്കൾക്കേ മനസ്സിലാവാത്തുള്ളൂ, അടിമകൾക്കേ മനസ്സിലാവാത്തുള്ളൂ. കാരണം കസ്റ്റംസ് ചെയ്യേണ്ട പണി കേരള പോലീസ് അല്ല ചെയ്യേണ്ടത്. അൻവർ ഉയർത്തിയത് അതുതന്നെയാ. കസ്റ്റംസും പോലീസും തമ്മിലുള്ള അന്തർധാരയാണ് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി. രാഷ്ട്രീയമായി അഴിമതിക്കെതിരെയും മതേതര വിശ്വാസവും ഉള്ള ഒരു ജനതക്കാണ് ഈ നിലമ്പൂരുള്ളത്. ആ ജനത തീർച്ചയായും BJPക്ക് വോട്ട് ചെയ്യും. ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ജയിക്കും. 25,000-ൽ പരം ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നതിൽ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഈ നാട്ടുകാരനായ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രതിഭയായ ഈ നാടിന്റെ അഭിമാനമായ സഖാവ് സ്വരാജ്, ഈ നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന സഖാവ് സ്വരാജ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഇവിടെ നിന്ന് വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ആവേശോജ്വലമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്നറിയാൻ ഈ ചർച്ച കൊണ്ട് തന്നെ പുറത്തുള്ള ആളുകൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടും ആവേശത്തോടെയും വളരെ ഊർജ്ജസ്വലരായിട്ടുമാണ് നിലമ്പൂരിലെ വോട്ടർമാർ പ്രതികരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ PR ശിവശങ്കർ, അഡ്വക്കേറ്റ് രോഹിത്, ശ്രീ B വസീഫ്, അഡ്വക്കേറ്റ് ശ്രീ ഷൗക്കത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം പോത്തുകൽ ബസ് സ്റ്റാൻഡിൽ കൂടി ചേർന്ന ഈ എല്ലാവർക്കും നന്ദി, വളരെയധികം നന്ദി. നാളെ പൊളിറ്റിക്കൽ മാസ് തുടരും. ഗുഡ് ബൈ.